നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. റബ്ബർ അവധി നിരക്കുകളിൽ നേരിയ ഉണർവ് കണ്ടെങ്കിലും ബാങ്കോക്കിൽ ഷീറ്റിന് 216 രൂപയിൽ സ്റ്റഡിയാണ്. അന്തരീക്ഷ താപനില വർദ്ധിച്ചതിനാൽ സംസ്ഥാനത്ത് റബ്ബർ ഉൽപ്പാദനം മന്ദഗതിയിലാണ്. ഉൽപ്പാദന മേഖലകളിൽ നിന്നുള്ള ഷീറ്റിന് വരവ് ചുരുങ്ങിയത് കണ്ട് ഉത്തരേന്ത്യൻ ചെറുകിട വ്യവസായികൾ 5ാം ഗ്രേഡ് 212 രൂപയായി ഉയർത്തി. 4ാം ഗ്രേഡ് ഷീറ്റ് 215 രൂപയിൽ ഇടപാടുകൾ നടന്നു. ഏലം ശേഖരിക്കാൻ ആഭ്യന്തര ഇടപാടുകാരും കയറ്റുമതിക്കാരും കാണിക്കുന്ന ഉത്സാഹം കണ്ട് സ്റ്റോക്ക് എടുക്കുന്നവർ ഉയർന്ന അളവിൽ ചരക്ക് ലേലത്തിനിറക്കി. ഇന്ന് ലേലത്തിനെത്തിയ 1,14,289 കിലോഗ്രാം ഏലക്കയിൽ 1,09,803 കിലോയും വിറ്റഴിഞ്ഞു. ശരാശരി ഇനങ്ങൾ കിലോ 2,461 രൂപയിലും മികച്ച ഇനങ്ങൾ 3,294 രൂപയിലും കൈമാറി. നാളികേര വിപണിയിൽ വൻ പ്രതിസന്ധി, കൊപ്രയ്ക്ക് ഇടിവ്. ദക്ഷിണേന്ത്യൻ നാളികേര കർഷകർ പിരിമുറുക്കത്തിൽ. വ്യവസായികൾ കൊപ്ര വില നിത്യേന ഇടിക്കുകയാണ്. കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിലെ കർഷകർ മൂത്തുവിളഞ്ഞ നാളികേരം വിളവെടുപ്പിന് ഉത്സാഹിച്ചതിനിടയിലാണ് മില്ലുകാർ സംഘടിതരായി ചരക്ക് സംഭരണം കുറച്ചത്. ഈ വാരം ഇതിനകം കാങ്കയത്ത് കൊപ്രയ്ക്ക് 700 രൂപ കിൻഡലിന് ഇടിഞ്ഞു. വില തകർച്ചയിൽ പരിഭ്രാന്തരായി ഒരു വിഭാഗം തിരക്കിട്ട് വിളവെടുപ്പിന് നീക്കം നടത്തുന്നത് സ്ഥിതി കൂടുതൽ സങ്കീർണമാക്കാം. ഇന്നലെ കൊപ്രയ്ക്ക് 200 രൂപയാണ് കൊച്ചിയിൽ താഴ്ന്നതെങ്കിലും ഇന്ന് 250 രൂപ ഇടിഞ്ഞു. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിപണി വിശേഷങ്ങൾ. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. മറ്റൊരു വീഡിയോ മറ്റോടെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.